നമസ്കാരം. കാണാത്ത കേരളത്തിലേക്ക് സ്വാഗതം. ജനസംഖ്യയുടെ കാര്യത്തിലെന്നതുപോലെ അന്ധവിശ്വാസത്തിൻ്റെ കാര്യത്തിലും ഏറെ മുന്നിൽ നിൽക്കുന്ന മലപ്പുറം ജില്ലയിൽ കൂടിയാണ് ഇന്ന് കാണാത്ത കേരളം കടന്നു പോകുന്നത്. വിശ്വാസ ചൂഷകരും ഇവിടെ നിരവധി ഉണ്ടെന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായത്. വിശ്വാസം വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടുന്നതിൻ്റെ ഉദാഹരണങ്ങൾ കേരളത്തിൽ നിരവധിയുണ്ട്. എന്നാൽ ഇത് ഏറ്റവും പ്രകടമായി നിലനിൽക്കുന്നത് മലപ്പുറം കുറ്റിപ്പുറത്തിന് സമീപം മൂടാലിലാണ്. ദേശീയപാതയിൽ സ്ഥിതി ചെയ്യുന്ന ഖബർ റോഡ് വികസനത്തിന് തടസ്സമാണെന്നത് പലപ്പോഴും തർക്കങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അധികൃതർ വിശ്വാസികൾക്ക് പൂർണ്ണമായി കീഴടങ്ങിയ മട്ടാണ്. മൂടാലിൽ ദേശീയപാതയിലെ ടാറിങ്ങിനുള്ളിലാണ് ഖബറിന്റെ പകുതി ഭാഗവും സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 600 വർഷങ്ങൾ പഴക്കമുള്ളതെന്ന് കരുതുന്ന ഈ ഖബർ യമനിൽ നിന്നും കേരളത്തിലെത്തിയ ഹംസ എന്ന സിദ്ധന്റേതാണെന്ന് പറയപ്പെടുന്നു. ദേശീയപാതയിൽ വാഹനങ്ങൾ ചീറിപ്പായുന്നതിനോട് ചേർന്നു തന്നെയാണ് ഖബറിന്റെ സ്ഥാനം. കഴിയേണ്ട കാര്യം ജന്മം കൊണ്ട് നാം ഇരുകാലി കർമ്മം കൊണ്ടിന്ന് നാൽക്കാലി ധർമ്മം പിത്തുന പസാരായി മർമ്മം ദീനെന്ന നിലപോ. ഇതുവഴി കടന്നുപോകുന്ന മിക്ക വാഹനയാത്രികരും ഖബറിന് മുന്നിലെ നേർച്ചപ്പെട്ടിയിൽ കാണിക്കയിടും. അപകടമുണ്ടാകാതിരിക്കാൻ ഇത് സഹായിക്കുമെന്ന വിശ്വാസം പ്രദേശത്തു നിലവിലുണ്ട്. ഖബറിൽ പ്രാർത്ഥിക്കാൻ നിരവധി വിശ്വാസികൾ എത്താറുണ്ട്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ എത്തുന്നു. ഞാൻ എല്ലാ മക്കാമിലും പോകുന്ന ആളാണ്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് എനിക്ക് വളരെ ഒരു തൃപ്തിയാണ്. അപ്പം അങ്ങനെ വളരെ ഒരു റാഹത്തായിട്ട് ഇന്ന് വരെ പോകുന്നുണ്ട്. അപ്പം ഇവിടെ വന്നത് പ്രാർത്ഥിച്ച് പോയിക്കാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം റാഹത്താവുന്നുണ്ട്. ഖബർ സ്ഥാപിച്ചതിനെ പറ്റി പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഇപ്പോഴുള്ളവർക്കുള്ളൂ. ഈ റോഡ് കയറുന്നതിൻ്റെ മുമ്പേ ഉള്ളതാണ്. ഈ റോഡ് ഇതിവിടെ റോഡ് വെട്ടി VWD അല്ല, അന്ന് ആദ്യം ഉണ്ടായിരുന്ന ആ ടീം വെട്ടി വിളിച്ചു നോക്കുമ്പോഴാണ് ഇതിവിടെ കണ്ടത്. കിട്ടുന്ന വരുമാനം കൊണ്ട് പാവപ്പെട്ടവർ കൊടുക്കുന്നുണ്ട്, ഉള്ളതിനനുസരിച്ച് സുഖമില്ലാത്തവർ കൊടുക്കുന്നുണ്ട്, 6 മൈൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ 10-60 പേർക്കാർ വെള്ളം കുടിക്കുന്നുണ്ട്. കുറച്ച് പൈപ്പ് പഞ്ചായത്തിട്ടുണ്ട്. അതിൽ നിന്ന് ബാക്കിയുള്ള പൈപ്പിടലും മാസാന്തരം 5000 രൂപ, 4000 രൂപ, 3500 രൂപ മാസം കറണ്ട് പൈസ ആയിരുന്നു. അത് ഇതിൽ നിന്നിട്ട് കൊടുക്കുക. അങ്ങനെ വെള്ളം സപ്ലൈ ചെയ്യും. ഖബറിന് മുന്നിൽ വച്ചിരിക്കുന്ന നിലവിളക്കിലെ എണ്ണയ്ക്ക് ഔഷധ ഗുണമുണ്ടെന്നും വിശ്വാസികൾ കരുതുന്നു. ഇത് ശരീരവേദനയ്ക്കും മറ്റും നല്ലതാണത്രേ. നാനാ ജാതിക്കാർ ഇവിടെ വരുന്നുണ്ട്. ഓരോരുത്തർ പിന്നെ ജാസ്തി കുട്ടികളില്ലാത്ത കല്യാണം കഴിഞ്ഞ് വിവാഹങ്ങൾ കഴിഞ്ഞിട്ട് എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവർ നെയ്യത്ത് ചെയ്ത് പോകും. പിന്നെ അവർക്ക് കുട്ടികളായാൽ പിന്നെ അവരെന്തെങ്കിലും കൂടെ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളാണ് കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ദേശീയപാത നിർമ്മിച്ചപ്പോഴും വികസിപ്പിച്ചപ്പോഴും ഖബർ മാറ്റി സ്ഥാപിക്കാൻ ശ്രമം നടന്നെങ്കിലും വിശ്വാസികൾ അനുവദിച്ചില്ല. റോഡിന് എതിർവശത്ത് പിന്നീട് പണി കഴിപ്പിച്ച ദർഗാ ഷരീഫ് നമസ്കാരപ്പള്ളിയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഖബർ.
ഖബറായതെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് ഞങ്ങൾക്ക് പറഞ്ഞു നിൽക്കുന്ന ആരാണെന്നറിയോ? ശംസുലുലമ ഈക്കാബ് ഉസ്താദിൻ്റെ ഉസ്താദ പറഞ്ഞ് ഇവർ യമനിൽ വന്നതാണ്, ഇവർ ഷഹീദാണ്, ഇവരുടെ പേര് ഹംസ എന്നാണ്. പിന്നെ അതുകൊണ്ട് ഇവിടെ തോന്ന പെയിൻ്റ് അടിക്കണം. പിന്നെ അത് പൊളിക്കാൻ പലരും വന്നിക്കണ്. അങ്ങോട്ട് ചില ഈ പറഞ്ഞ ഇയാളുള്ള അമ്മത്ത്, ഈ പാപ്പുള്ള അമ്മത്ത് ഇത് ഞങ്ങൾ പൊളിച്ചിട്ട് അപ്പുറത്ത് വെച്ചുതരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാപ്പ പറഞ്ഞതിന് ഞാൻ കേട്ടതാട്ടോ. നമ്മൾ ഇതല്ല പറഞ്ഞത് ഞങ്ങളെ മാസത്തിൽ അങ്ങനെ ഇല്ല. നിങ്ങൾ പൊളിച്ച് അപ്പുറം വെച്ചാലും വേണ്ട, ഇത് ചെയ്താലും വേണ്ട. ഞങ്ങളുടെ സമ്മതം കൊണ്ട് അത് ചെയ്യില്ല. റോഡിന് വളവുള്ള ഇവിടെ കാര്യമായ അപകടങ്ങൾ സംഭവിക്കാത്തത് ഖബറിന്റെ ശക്തി മൂലമാണെന്നാണ് വിശ്വാസികളുടെ പക്ഷം. ഇന്ന് വരെ ഒരു അപകടം ഇവിടെ ഉണ്ടായില്ല, ഒരപകടം ഉണ്ടായില്ല. പിന്നെ ഇവിടുന്ന് ഒരാൾ മരിച്ചില്ല, ഇവിടെ കൊണ്ട് ഉണ്ടായതല്ല. അത് അവിടെ വെച്ചിട്ട് അത് അയാൾ പെട്ടെന്ന് മണൽ വണ്ടിയായിരുന്നു, അയാൾ പെട്ടെന്ന് അവിടെ റോഡിൽ കയറി അങ്ങനെ മരിച്ചതല്ല. ഇതിൻ്റെ അപ്പുറത്ത് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തും 1/2 കിലോമീറ്റർ ഇപ്പുറത്തും പല അപകടവും ഉണ്ടായിരുന്നു. അത് തെളിവാണ്. പക്ഷേ ഈ പരിസരത്ത് നിന്നുകൊണ്ട് ഒരു അപകടം ഇന്നേ വരെ ഉണ്ടായില്ല. അവിടെ താമസിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരില്ല. ഇല്ല. പരപ്പനങ്ങാടി കുപ്പിവളവിലുള്ള സിദ്ധന്റെ അടുത്തേക്കാണ് കാണാത്ത കേരളം ടീമിന്റെ അടുത്ത യാത്ര. CMK മൗലവിയുടെ വീട്ടിൽ ഞങ്ങളെത്തുമ്പോൾ സ്ത്രീകളടക്കം നിരവധി പേർ അദ്ദേഹത്തെ കാണാൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വൈകിട്ട് 3 മണിയോടെ എത്തിയ ഞങ്ങൾക്ക് 7 മണിയോടെയാണ് മൗലവിയെ കാണാൻ അവസരം ലഭിച്ചത്. അടുത്തിടെ വാങ്ങിയ വീട്ടിൽ പ്രേതശല്യമുണ്ടെന്ന് സംശയിക്കുന്നെന്ന കളവാണ് ഞങ്ങൾ മൗലവിയോട് പറഞ്ഞത്. പേപ്പറിൽ എഴുതിക്കൂട്ടിയാണ് മൗലവി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഭൂമിയുടെ പേരറിയില്ല. എന്തിൻ്റെ നിങ്ങൾ ആ സ്ഥലമൊക്കെ മനസ്സിലില്ലാത്ത ബസ്സിൻ്റെ എണ്ണം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഒരു 6. അവിടെ താമസിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരില്ല. ഇല്ല. എന്തിൻ്റെ അത് ഈ പൈശാചികമായിട്ട് എന്തൊരു ഇതാണത്, ഭൂമി സംബന്ധമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. അതല്ലാതെ മറ്റുള്ള വിഷമങ്ങളൊന്നും നല്ലത്. ഇതിന്റെ പടിഞ്ഞാറ് സൈഡ്, അതായത് പൊന്നാനി സൈഡിലേ ഒരു 1/2 കിലോമീറ്റർ അപ്പുറം അമ്പലമുണ്ട്. അതൊരു ഈ സേവൊക്കെ ഉള്ള അമ്പലം. അപ്പോൾ എന്നോട് നമ്മുടെ സുഹൃത്തുണ്ട് അവിടെ, അവൻ പറഞ്ഞ അതിൽ കൂടെ എന്തോ അങ്ങനെ എന്തോ പൈശാചികമായിട്ടാണത്. നമുക്ക് വിരോധിക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം. നമുക്ക് എന്തെങ്കിലും വെക്കാൻ പറ്റൊക്കെ കാര്യങ്ങൾ ചെയ്തു തരാം. അത് നോക്കാം നമുക്ക്. ബുധനാഴ്ച 11 മണിക്ക് ശേഷം എനിക്കൊരു വിളിക്കും പകല്. എന്നിട്ട് വ്യാഴാഴ്ച ഒന്ന് വന്നിട്ട് ഞാൻ നിങ്ങളുടെ സാധനങ്ങൾ തരാമെന്ന് കൊണ്ടിട്ട് അവിടെ വെച്ചിട്ട് നിങ്ങൾ വ്യാഴാഴ്ചന്റെ ശേഷം നിങ്ങൾ അറിയിച്ചു വന്നോളൂ. അത് നമുക്ക് പറയത്തില്ല. നമുക്കൊരു ദൈവാധീനം എന്ന് പറയുന്ന വിഷയമല്ലേ. എല്ലാ വിഷയത്തിലും നമ്മൾ ഒരു രോഗത്തിനുള്ള ഒരു ചികിത്സകൾ മാത്രമാണല്ലോ. അപ്പൊ നമുക്കത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് നമുക്ക് ഇപ്പൊ പല ആളുകൾക്ക് പലതും ചെയ്തു കൊടുക്കുന്നുണ്ട്. ചിലവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ പെട്ടെന്ന് എഫക്റ്റ് കാണും, ചിലവർക്ക് അത് നമ്മളൊരു ആത്മാർത്ഥതയും ഇതാണല്ലോ. വിശ്വാസം മാത്രമല്ലല്ലോ, നമ്മളൊരു ആത്മാർത്ഥതയോട് ഉണ്ടെങ്കിലാണല്ലോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതാണ് അത് ഒഴിവാക്കാനുള്ള പണികൾ ചെയ്തു തരാം, ചെയ്ത് നോക്ക് നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു തരാം. ഇതന്നെ നമുക്ക് പറയാം. അന്ധവിശ്വാസം അധികം പ്രോത്സാഹിപ്പിക്കുന്നയാളല്ല താനെന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ പൊതുവെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്തരം ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് ജനങ്ങളെ പറഞ്ഞു കണ്ടെന്ന് ചെയ്യാൻ മനസ്സിലാക്കി കൊടുക്കാൻ ചില പല ആൾക്കാർ പല അഭിപ്രായത്തിലായിരിക്കും, പല സംശയങ്ങളേറ്റ് വരും, ചില അഭിപ്രായങ്ങളേറ്റ് വരും, പല ഇതായിട്ട് വരും. പല ആൾക്കാരും ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഒരേ രൂപത്തിൽ തന്നെ, ഒക്കെ വ്യത്യസ്തമായ രൂപത്തിലാണ്. അതിൽ കൂടുതലായിട്ടും എന്ന് പറഞ്ഞാൽ ഒരു 50% ആൾക്കാരെന്ന് അന്ധവിശ്വാസമാണ്. അന്ധവിശ്വാസം കൊണ്ട് വരുന്നത്. അപ്പൊ നമ്മളൊക്കെ ഇന്നത്തെ യുഗത്തിൽ അന്ധവിശ്വാസം നമുക്ക് വേണ്ടല്ലോ. അന്ധവിശ്വാസത്തിന് ഞാൻ എങ്ങനെയാണ്
കോഴിക്കോട് പണ്ടൊരു പ്രേതബാധ ഒഴിപ്പിച്ച കഥയും മൗലവി ഞങ്ങളോട് പറഞ്ഞു. ഞാൻ കോഴിക്കോട് ടൗണിൽ നിൽക്കുന്ന സമയത്ത് പിന്നെ ഇതേപോലെ വലിയ ചെറുപ്പക്കാരനാണ്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങനെ എന്നിട്ട് ഇങ്ങനെ പരിചയങ്ങനെ കണ്ട് സംസാരിച്ച് ഇങ്ങനെ വർത്താനം മക്കളെ അവിടെ എല്ലാം പഠിത്തങ്ങൾ കോഴിക്കോട് സംസാരിച്ചിരുന്നു. അപ്പോൾ എന്നോട് എൻ്റെ വീട്ടിൽ ഇങ്ങനെ ശല്യം ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ആരുമല്ല, നിങ്ങളുടെ വീട്ടിൽ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആരുമല്ല. അപ്പം നിങ്ങൾ പിന്നെ എന്നോട് ഇങ്ങനെ പറയുക. അപ്പം എന്നോട് പറഞ്ഞു നിങ്ങൾ കൂടെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഇയാളിനെ നിർബന്ധിച്ചു, രാജേഷ് കത്തിയിട്ട് നിർബന്ധിച്ച് എന്നോട് പറഞ്ഞു നിങ്ങൾ അഡ്രസ്സ് വാങ്ങിച്ചു, അഡ്രസ്സ് കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ വിശ്വാസപ്രകാരമുള്ള ആളുകളൊക്കെ പോയിട്ട് പറ്റുമല്ലെന്ന് അവിടെ എത്തിയാലോ പറ്റുമല്ലെന്നുള്ള കൊടുത്തു. എന്നിട്ട് പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞു ഓക്കെ ആയിരുന്നു, ഞാൻ ചെയ്താൽ ശരിയാവും പറഞ്ഞു. ആയിക്കോട്ടെ ഞാൻ വരാൻ കുറച്ച് സ്ത്രീകളൊക്കെ അങ്ങനെ അതൊന്നും ചെയ്തിട്ടില്ല. ഞാനൊരു സ്ഥാപനം കൊണ്ടുപോയിട്ടില്ല, ഞാൻ ഓപ്പണായിട്ടായിരുന്നു എൻ്റെ കൂടെ ഒരാളുണ്ട്. അങ്ങനെ ചെന്ന് ചെയ്തപ്പോൾ അപ്പം എല്ലാം കണ്ടപ്പോൾ തന്നെ ഓരോരുത്തർക്ക് ഇളകലോടിയിരുന്നു. അപ്പൊ ലാസ്റ്റ് എന്ത് ചെയ്തെന്നറിയാം, ഇത് മന്ത്രിക്ക് ഒരാളെ കുറിച്ചപ്പോൾ ഇയാൾ റൂമിൽ കയറി വാര വെച്ചാൽ മറ്റൊക്കെ കിട്ടി. അപ്പൊ എന്നോട് പറഞ്ഞു ഉസ്താദ് എന്ത് കണ്ടോ, ഇതാണ് ഞങ്ങൾ സ്വീപ്പാക്കുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് കിട്ടി. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്നോളാം, ആൾ ഇന്ത്യ അടുത്ത് വരുന്ന തന്നെയാണ്. അവിടെ എങ്ങനെ ഇരുന്ന പേര് വാദം കൂട്ടിയിട്ടാണ് നല്ലോണ്ട് ഉസ്താദ് കിട്ടിയിരുന്നത്. ഇല്ല കുഴപ്പമൊന്നുമില്ല, ഇപ്പം കുറ്റി എന്ന് പറഞ്ഞ ഇന്ത്യ അടുത്ത് ഞാൻ അവിടെ ഇരിക്കുന്നു. ഇന്ത്യത്തിരുന്ന് ചന്ദ്രപടിയിട്ട് അവിടെ ഇരുന്ന് ഞാൻ മന്ത്രിച്ചതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ ലാസ്റ്റ് തേങ്ങ ഉണ്ടാവും, ഒരു തേങ്ങയൊക്കെ ഉണ്ടാക്കുന്നു. ഒന്നുമില്ലാതെ പോയപ്പോൾ അതിന് വിചാരിക്കില്ല ഇയാൾ വന്ന് കണ്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടാണ് അയാൾ തേങ്ങ നോട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, എല്ലാവരെയും വിളിച്ച് പറഞ്ഞു, പക്ഷേ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. ഞാൻ അവിടെ പോകുന്നു. അതിന് ശേഷം ഇപ്പം കല്യാണം കഴിച്ചിട്ടുണ്ട്, മറ്റേ വീട്ടിൽ കല്യാണം ചെയ്യുന്നില്ല പറഞ്ഞു. യുനാനി ആയുർവേദ ചികിത്സകളും മൗലവി നടത്താറുണ്ട്. മരുന്ന് കൊടുക്കുമല്ലോ? ഇല്ലല്ല, മരുന്ന് തന്നെ ഇത് ഇവര് പിന്നെ ചെയ്തു തരുന്ന. ചില ആളുകൾക്ക് എന്തെങ്കിലും ആയുർവേദത്തിന്റെ എന്തെങ്കിലും മരുന്നുകളാണ്, അല്ലാതെ അങ്ങനത്തെ. അപ്പൊ ഞാനൊരു നിങ്ങൾക്ക് തെളിവിന് വേണ്ടി മാത്രം ഒരു ഇത് മാത്രം ഞാനിതിൽ വിഷയത്തിൽ നിങ്ങൾ പിന്നെ വന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ബാക്കി ഞാൻ ചെയ്തു വെക്കണ്ടേ. അപ്പൊ നിങ്ങൾ ബുധനാഴ്ച പൊത്തി പൊത്തി കടക്കാരം കടന്ന് കടന്ന് കാണാത്ത പിള്ളേരെല്ലാം കണ്ടും കൊണ്ടോടിവായോ. കൊടക്കാടുള്ള സുലേഖ ബീവിയുടെ അടുത്തേക്കാണ് ഞങ്ങൾ പിന്നീട് പോയത്. ഇല്ലാത്ത ദിവ്യശക്തി അവകാശപ്പെട്ട് ദശകങ്ങളായി സുലേഖ ബീവി വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നു. ആദ്യം ചെറിയ തോതിൽ തുടങ്ങിയതാണെങ്കിലും വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഇവർ കൊടക്കാട് ബീവി എന്നറിയപ്പെട്ടു തുടങ്ങി. ഇപ്പോൾ ഈ സ്ഥലം തന്നെ ബീവിപ്പടി എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ പിറവിയെടുത്തൊരു ജിന്നു വിവാദ കഥയുണ്ട്. പടച്ചവനേ, പുരുഷന്മാർക്ക് ബീവിയെ കാണാൻ കഴിയില്ല. പുരുഷന്മാരാണ് സന്ദർശകരെങ്കിൽ അടുത്ത മുറിയിലെ ചെറിയ വിടവിനടുത്തു നിന്ന് കാര്യങ്ങൾ പറയണം. ബീവി മറഞ്ഞിരിക്കുന്ന മുറി കണ്ടാൽ ആശുപത്രി മുറി പോലെ തോന്നിക്കും. പൊത്തി പൊത്തി കടക്കാരം കടന്ന് കടന്ന് കാണാത്ത പിള്ളേരെല്ലാം കണ്ടും കൊണ്ടോടിവായോ. അക്കരെ നിക്കണ ചക്കി പെണ്ണിന്റെ കയ്യോ കാലോ തൊട്ടുവായോ, കയ്യോ കാലോ തൊട്ടുവായോ. ബീവി നിർദ്ദേശിക്കുന്ന പരിഹാരമാർഗങ്ങൾ സഹായികൾ കുറിച്ചെടുത്തു തരും. സ്ത്രീകൾക്ക് ബീവിയോട് നേരിട്ടു കാര്യങ്ങൾ പറയാം. കണ്ണാരം പൊത്തി പൊത്തി കടക്കാരം കടന്ന് കടന്ന് കണ്ണാരം പൊത്തി പൊത്തി കടക്കാരം കടന്ന് കടന്ന്. ഞങ്ങൾ ചെല്ലുമ്പോൾ ബീവിയുടെ വീട്ടിൽ സന്ദർശകർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് പ്രവേശനമെങ്കിലും ദൂരെ നിന്ന് വന്നവരാണെന്ന് പറഞ്ഞപ്പോൾ സമയം അനുവദിച്ചു. ഇല്ല ബുക്ക് ചെയ്തിട്ടില്ല. കാത്തിരിപ്പിനൊടുവിൽ പേര് വിളിച്ചപ്പോൾ ഞങ്ങൾ മുറിയിലെത്തി. അനുജന്റെ കുട്ടിയുടെ പിറന്നാൾ ദിവസം ഭാര്യയുടെ 5.5 പവന്റെ സ്വർണമാല കാണാതെ പോയെന്ന കളവാണ് ഞങ്ങൾ ബീവിയോട് പറഞ്ഞത്. അനിയന്റെ ഫൈസൽ എന്നുള്ള അനിയുണ്ട്, അവന് വിദേശത്താണ്. അവരുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. എൻ്റെ വയസ്സിന്റെ ഒരു 5.5 കാണാതെയായി. നമുക്ക് വേണ്ട പിന്നെ ഒരു ഭക്ഷണം വയ്ക്കാനും ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ നമുക്ക് പരാതി കൊടുക്കാനും പറ്റാത്ത അവസ്ഥയായി. അപ്പൊ നമ്മൾ അമ്മയുടെ മോളെ വീടുണ്ട് ഇവിടെ, അവരാണിപ്പോ. ഭാര്യയുടെ പേരാ റസീന.
പോയ സാധനം കിട്ടും. കേട്ടില്ല. ആളെ കയ്യിലുണ്ട്, വേറെ ആളെ കയ്യിലാണ് കിട്ടും. അല്പസമയത്തെ ജപത്തിനു ശേഷം കളവുപോയ മാല സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ബീവി കണ്ടെത്തി. ബീവി നടത്തുന്നത് ശുദ്ധ തട്ടിപ്പാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അവർ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ. ഇതിൽ കണക്ക് ഓതാൻ പറഞ്ഞത് ചിലപ്പം ഒരു 15 ദിവസം കൂടി കിട്ടിയെന്ന് വരും. കണക്ക് വരെ ഓതണം. ദിക്കർ 5 മാസം, സൂറത്ത് 4 ദിവസം, രാത്രി 3 മാസം. ചെറുപറാൻ കുട്ടിന്റെ കയ്യിലാണ് ഈ സാധനം ഉള്ളത്. അത് തിരിഞ്ഞു മറിഞ്ഞ് കിട്ടും. തട്ടാമ്പടി ഒന്നും കൊടുത്തിട്ടില്ല, വിട്ടിട്ടില്ല. ഒരാളെ പെട്ടീനുണ്ട്. അത് ചിലപ്പോ വീട്ടിനുള്ളിൽ വരും, ചിലപ്പോ ആള് മുഖേന തരും. അതിന് അവധി ഉണ്ട്. 3 മാസത്തിനുള്ളിലാണ് കിട്ടും. 3 മാസത്തിനുള്ളിലാണ് ചിലപ്പോ ഒരാഴ്ചയോടെ കിട്ടിയത്. 3 മാസം വരെ അവധി ഉണ്ട്. ഒരു നറുക്ക് തരത് കിട്ടിയ വളത്തിലിടാൻ. ഈ ഫൈസൽ എന്ന് പറയണതേ അവൻ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ആദ്യത്തെ കുട്ടിയാ, 1.5 വർഷമായി പോയിട്ട്. ഇപ്പൊ അവനെന്താ സംഭവിച്ചു, നാട്ടിലേക്ക് വിടണില്ല. അവന്റെ പാസ്പോർട്ടും വിസയും ഇതൊക്കെ അവിടെ പിടിച്ചു വെച്ചേക്ക. ആരെല്ലാം എന്തേലും എങ്ങനെ ഫൈസല് അനിയൻ അനിയനെ മനസ്സിലാക്കി ഉമ്മാക്ക് ഒരു തേങ്ങ ചെയ്യാൻ. എങ്ങനെ അനിയനെ മനസ്സിലാക്കി ഉമ്മാനൊരു തേങ്ങ കുഞ്ഞ് വെട്ടാണ്ട് തേങ്ങ വെട്ടേണ്ട രൂപ കഴിക്കണം. പൈസയിൽ നെയ്യുണ്ട്, അത് ഉമ്മ ചെയ്യാം. ആള് ഗൾഫിലാക്കി എടുക്കുന്നു. ഒരു ബംഗാളിന്റെ ചെറാണ്. അത് മാത്രമാക്കണം. അതൊന്നും പ്രസവിച്ച് ഉമ്മാനെ കുഞ്ഞ് വെട്ടാൻ. പൈസലിനുള്ള ബുദ്ധിമുട്ടൊക്കെ പൈസ അടുത്തെത്തും. പൈസയിൽ 100 ശതമാനം ശരിയായാല് മാർച്ച് 10 ഉള്ളിലെത്തും. മാർച്ച് 10 ഉള്ളിൽ ഇത് പൈസയിൽ വന്നാൽ കഴിച്ചില്ല. ഭാര്യയ്ക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന കള്ളം പറഞ്ഞാലും ഉടൻ തന്നെ കൊടക്കാട് ബീവി കാരണം കണ്ടെത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കും. പിന്നെ അതിന്റെ തന്നെ ഞാൻ പറഞ്ഞല്ലേ, അവന്റെ വൈഫേ ഈ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഡിപ്രഷനും ഉറക്കല്ലായ്ക്കും വേളൊക്കെയാണ്. ടെൻഷനാണ്. പ്രസവത്തണ്ണിയിലാണ് അസുഖമാണ്, നരമ്പിന്റെ അസുഖം. സ്വപ്നം കാണാൻ നെറ്റിച്ചാടാ, പേടി. ഓളെ പേരെന്താ? അവളെ പേര് റസിയ. മരുന്ന് എന്തെങ്കിലും കൊടുത്താ കുടിച്ചുവാ? കൊടുത്താ കൊടുക്കും. ചെറിയ ചെറിയ കാര്യത്തിന് ഭയങ്കര പേടി. ഈ റസിയാക്ക് അർത്ഥമില്ല, റലിയാന്ന് എഴുതിക്കും. റസിനാക്ക് അർത്ഥമുണ്ട്, റസിയാക്ക് അർത്ഥമില്ല. അതുപോലെ ഇളച്ചിന്റെ റലിയാന്ന് എഴുതിക്കും. വലിയ ദേഷ്യക്കാരിയാണ് ബീവി. അവരുടെ സംസാരം കേട്ടാൽ തോന്നുക നാട്ടുകാരെ നന്നാക്കാനാണ് ഈ കള്ളങ്ങളെല്ലാം തട്ടിവിടുന്നതെന്നാണ്. ഒന്ന് കഴിഞ്ഞ ഒന്ന് പറയില്ലേ, ഞങ്ങൾ രാവിലെ 8 മണിക്ക് ഇരിക്കണേ, എണീറ്റിട്ടില്ല. 8 മണിക്ക് ഇരുന്നത് നീറ്റിട്ടില്ല. നിങ്ങൾ കരുതും ആളില്ല. കാരണം ഈ നേരം 1 മണിക്ക് വരാൻ പറഞ്ഞത് പോയത് 4 മണിക്കാണ്. അതിനൊക്കെ തിരക്കേന്. നമ്മളൊന്ന് പറഞ്ഞ് ഞാൻ വിട്ടേരുന്നു. പൈസ തന്നെ മനസ്സിൽ കയറ്റി ഉമ്മാനെ ഇങ്ങനെ തേങ്ങ വെട്ടാൻ. തേങ്ങ വെട്ടന്റെ സൂറത്ത് ഇതിൽ എഴുതുന്നുണ്ട്. ഇതിൽ ഓതാണ്ട്. അത് ഉമ്മ ഓത. സൂറത്തിൽ അന്നാം ഓരോ വെള്ളിയാഴ്ച ഓരോ അന്നാം ഓത. ദിവസം 2 യാസി 3 മാസം. ബീവി പറഞ്ഞ പരിഹാര മാർഗങ്ങൾ സഹായികൾ എഴുതി വിശദീകരിച്ചു തരും. ഇത് അനിയ വന്നാ ഒഴിവാക്കുക. ഉമ്മാന്റെ അടുത്ത് കൊടുക്കുക. അമ്മാനത്ത് കൊടുക്കുക. ഇത് ബാലിന്റെ അടുത്ത് കൊടുക്കുക. കിട്ടിയാലും ഒഴിവാക്കുക. പോയത് കിട്ടിയാലും നല്ല വെള്ളത്തിലാണ്. യാസീൻ ചൊല്ലലും തേങ്ങ വെട്ടിമുറിക്കലുമൊക്കെ മാത്രമാണ് ബീവിയുടെ പരിഹാരമാർഗങ്ങൾ എന്നു ധരിക്കരുത്. മെഡിക്കൽ സ്റ്റോറിന്റെ പേരച്ചടിച്ച കുറിപ്പടിയിൽ മരുന്നുകളും ബീവി എഴുതിത്തരും. ജിന്നു ദേഹത്ത് കയറുമ്പോഴാണ് സുലേഖ ബീവി ദിവ്യശക്തി ലഭിച്ച് പ്രവചനക്കാരിയും വൈദ്യരുമൊക്കെയാകുന്നത്. 22 കൊല്ലമായി ഞാൻ ഇവിടെ. 22 കൊല്ലം. നമ്മുടെ ശരീരത്തിലുള്ള രോഗം ഒന്നും പറയും. അത് ഒരു ജിന്നിൻ്റെ ഇതാണ്, കഴിവാണ്. എന്താ കയറിയതെന്ന്? ജിന്നിൻ്റെ ജിന്ന് നമ്മുടെ ശരീരത്തിലുള്ള ഇതെല്ലാം പറയും. അവർ അതിൻ്റെ ഉള്ളിലുണ്ടായാലേ ഉണ്ടാവുള്ളൂ. അതിന് പോയാൽ സാധാരണ മനുഷ്യന്മാരെ പോലെ. ആദ്യം കണ്ട ഖബർ നിർദോഷമായ വിശ്വാസ തീഷ്ണതയ്ക്ക് ഉദാഹരണമെങ്കിൽ സുലേഖ ബീവി നടത്തുന്നത് ബോധപൂർവമായ തട്ടിപ്പാണ്. അവകാശപ്പെടുന്നത് പോലെ ദിവ്യശക്തി ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ബീവിക്ക് ഞങ്ങൾ പറഞ്ഞ കളവുകൾ മനസ്സിലായില്ല? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഇവിടെ വിദ്യാഭ്യാസപരമായും മറ്റും
പിന്നാക്കം നിൽക്കുന്ന നിരവധി പേരെയാണ് ഇവർ പണത്തിനു വേണ്ടി കബളിപ്പിക്കുന്നത്. നിയന്ത്രിക്കേണ്ടവർ പോലും തട്ടിപ്പിന് വളം വയ്ക്കുന്ന നാട്ടിൽ എന്നാണ് ഇത്തരക്കാർക്ക് അറുതിയുണ്ടാവുക?